ആദ്യമായിട്ടാണ് ഒരു വാട്ടർ മെട്രോ യാത്ര ഞാൻ നടത്തുന്നത്. ഈ ഒരു കാർഡാണ് എനിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ലഭ്യമായത്. ആ കാർഡ് സ്വൈപ്പ് ചെയ്തതിന് ശേഷം വാട്ടർ മെട്രോയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഇത്തരത്തിലാണ് കവാന ഭാഗങ്ങളെല്ലാം കാണപ്പെടുന്നത്. ഇനി ഞങ്ങൾ ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള നല്ല ഒരു പ്രീമിയം ലെവലിലുള്ള വാട്ടർ മെട്രോയാണ് പുതുതായിട്ട് ഇവ പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൾഭാഗം വളരെ മനോഹരമായിട്ട് ഇന്നും കാസൂക്ഷിച്ചിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇതിൽ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമാണല്ലോ ഈ ഒരു സൗകര്യം ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് ഈ ഒരു 2026 കാലഘട്ടത്തിലാണ് എനിക്ക് സാധ്യതമായത്. ഞങ്ങൾ കാക്കനാട് ലക്ഷ്യമാക്കിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിലെ നല്ല നല്ല കാഴ്ചകൾ അയവിറക്കുക എന്നുള്ള ഉദ്ദേശം കൂടി എനിക്കുണ്ട്. ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ ഈ ഒരു തീരപ്രദേശങ്ങളൊക്കെയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. നല്ല സ്പീഡിൽ തന്നെയാണ് ഈ ഒരു ബോട്ട് യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുനില കെട്ടിടങ്ങളും ഇരുവശങ്ങളും ഒക്കെ നല്ല നല്ല കാഴ്ചകൾ അയവിറക്കുകയാണ്. ഒരു പ്രാവശ്യം നമുക്ക് വിരസതയില്ലാതെ ഈ ഒരു ബോട്ട് യാത്ര ആസ്വദിക്കാൻ സാധിക്കും. പല പ്രാവശ്യം ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും വിരസത അനുഭവപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇതാ ഞങ്ങൾ കാക്കനാട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങൾ അരമണിക്കൂർ ദൈർഘ്യത്തിൽ ഇവിടെ ഈ ഒരു കാക്കനാട് മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് നല്ല ഒരു അനുഭവം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വൈദികർ ഒരുമിച്ചാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. അതുകൊണ്ട് 3 പേർക്കും നവ്യമായ ഒരു അനുഭവം സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാക്കനാട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവസാനമായിട്ട് ഈ ഒരു ബോട്ടിന്റെ കാഴ്ചകൾ എന്റെ വീഡിയോയിൽ പകർത്തുവാൻ ഞാനൊന്ന് തീരുമാനിക്കുകയാണ്. ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ഇടദിവസമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം യാത്രക്കാര് വളരെ കുറവാണ്. ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഇവിടെ ഈ ഒരു ബോട്ടിങ് ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ചെറിയ ഒരു നിരക്കിലാണ് ഈ ഒരു യാത്ര നമുക്ക് അനുവദനീയമാകുന്നത്. ഏതായാലും ഇത് നല്ല ഒരു സൗകര്യവും ആസ്വാദ്യകരമായ ഒരു യാത്രയും പകർന്നു നൽകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.